ഒരു തൊഴിലാളി നന്നായി തൊഴിൽ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ തൊഴിലാളിയുടെ തിങ്കിനെ ബിഗ്ഗസ്റ്റ് ആക്കിയെടുക്കാനായിട്ടുള്ള ഡിസൈൻസ് ചെയ്ത് ബാക്കിയുള്ളവരെ കൂടി ഒന്നിച്ചു കൂട്ടിയിട്ട് ഇവരൊരു പ്രൊജക്റ്റ് നടത്തുകയാണ്. അങ്ങനെ കുറച്ച് ആളുകൾ നടത്തുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, എന്നാൽ പിന്നെ ഈ ബിസിനസ് പൊളിക്കും. കുറച്ച് ആളുകൾ വരും, കോപ്പി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിസൈൻസ് കോപ്പി. ഈ മുതലാളിയുടെ മോൻ ചെയ്ത ഡിസൈൻ കോപ്പി എന്തായിരുന്നു? ഇത് അവന്റെ പിതാവ് അത് ചെയ്ത് അതിനകത്ത് റിസൾട്ട് കിട്ടിയപ്പോൾ അവൻ കൊടുത്ത JRD ആണ്. കണ്ടോ, അവൻ JD അല്ല കൊടുത്തത്, JRD കൊടുത്തത്. വേറെ ഫേമസ് JD എഴുതി, കോപ്പിയല്ലേ കിട്ടിയത് കയ്യിൽ. അപ്പൊ എന്ത് ചെയ്തു, അവൻ JD എഴുതിയിട്ട് അവൻ ബിസിനസ് തുടങ്ങി. അവൻ പൊട്ടിപ്പോവും. അവൻ തുടങ്ങിയപ്പോൾ ഇവന് കിട്ടേണ്ട ആളുകളുടെ ആ കസ്റ്റമർ ലീഡ്സ് സ്പ്ലിറ്റ് ആവും. ഇൻഡസ്ട്രിക്ക് കിട്ടേണ്ട സർവീസ് കിട്ടേണ്ട പോലെ കിട്ടാതെ വരുമ്പോൾ ഇൻഡസ്ട്രി ട്രസ്റ്റ് ഇഷ്യൂ വരും. ആ ഭാഗത്തേക്ക് ആളുകൾ ഒന്ന് ട്രസ്റ്റ് ഉള്ള ആളുകളെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകും. നിങ്ങൾ മനസ്സിലാക്കാൻ തിങ്കാണ് പറഞ്ഞത്, ശരിയല്ല ഞാൻ പറഞ്ഞത്? നമ്മൾ ഏത് സാധനം എടുത്തോ, എന്ത് ബിസിനസ് എടുത്തോ, അങ്ങേറ്റം ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ ഈ അടുത്ത് കണ്ടു. ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലുതെന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് പഴയ ആളുകൾ പുതുക്കിയെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അതിൻ്റെ കോപ്പി അടിച്ചിക്കണ്. വരുന്ന ആ ടൂറിസ്റ്റ് ലെവലിലേക്ക് വരുന്നവരെന്താവുന്നു, സ്പ്ലിറ്റ് ആവുന്നു. രണ്ടുപേർക്കും വരുമാനം കുറയുന്നു. എന്തിനാ പണി ചെയ്യണം? പണികൾ വരട്ടെ, എല്ലാവർക്കും വരട്ടെ. പക്ഷേ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അത് ഇൻഡസ്ട്രിയിലെ 360 ഡിഗ്രി കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന് ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിനുള്ള കളിയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്മാൻ്റെയും ധർമ്മം എന്താണ്? ആ ഇൻഡസ്ട്രിക്ക് വാല്യൂ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. അതാ റിപ്പീറ്റ് വാല്യൂ. ആ റൊട്ടീൻസ് റെഡിയാക്കാത്ത ഒരൊറ്റ ഓണർക്കും റിട്ടേൺ ഉണ്ടാവില്ല, റിപ്പീറ്റ് വാല്യൂയുടെ കൂടി കൂടുതൽ റിട്ടൻഷൻ ഉണ്ടാവില്ല.